BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന് ഫ്രഞ്ച് കമ്പനിയുമായുള്ള വാട്ടർ അതോറിറ്റിയുടെ കരാർ അന്തിമഘട്ടത്തിലേക്ക്. സർക്കാർ വിഹിതത്തിനൊപ്പം ADB വായ്പയിലുള്ള വൻകിട പദ്ധതിക്ക് 21% അധിക തുകയോടെ സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റി അനുമതി നൽകി. നിലവിലുള്ള കുടിവെള്ള പൈപ്പുകൾ മാറ്റി മുഴുവൻ സമയ ജലവിതരണം ലക്ഷ്യമിടുമ്പോൾ വിലയിലും പൊതുവിതരണത്തിലും സംഭവിക്കുന്ന മാറ്റത്തിലാണ് ആശങ്ക. കടലും കായലും പരന്നുകിടക്കുന്ന കൊച്ചിക്ക് കുടിവെള്ളം എത്തണമെങ്കിൽ ആലുവയിൽ നിന്ന് പെരിയാറും പാഴൂരിൽ നിന്ന് മൂവാറ്റുപുഴയാറും പൈപ്പിലൂടെ ഒഴുകി വരണം. പ്രധാന പൈപ്പിൽ നിന്ന് കിലോമീറ്ററുകൾ തലങ്ങും വിലങ്ങും ചെറുതും വലുതുമായ ഭൂഗർഭ പൈപ്പിലൂടെ വീടുകളിലേക്ക്. ചുമതല വാട്ടർ അതോറിറ്റിക്കും. എന്നാൽ ഈ പണി ഇനി ഫ്രഞ്ച് കമ്പനിയായ സോയൂസ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്യട്ടെ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ജലനയത്തിന്റെ ചുവട് പിടിച്ചാണ് തീരുമാനം. നിലവിലുള്ള ലീക്കേജ് കുറച്ച് ശുദ്ധമായ ജലവിതരണം ലക്ഷ്യമെന്നാണ് പ്രഖ്യാപനം. ADB വായ്പയിൽ 2511 കോടി രൂപ ആകെ ചിലവ്. ഇതിൽ 750 കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതം. എന്നാൽ എസ്റ്റിമേറ്റിനേക്കാൾ 21% അധികം നൽകി ഈ കമ്പനിക്ക് കരാർ നൽകാനാണ് ഏറ്റവും പുതിയ തീരുമാനം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ സൗരോർജ്ജ വൈദ്യുത വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് CSR ഫണ്ട് കൈമാറുന്ന ധാരണാപത്രത്തിൽ കുസാറ്റിലെ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലും കൊച്ചിൻ ഷിപ്പ്യാർഡും ഒപ്പുവച്ചു. കുസാറ്റ് രജിസ്ട്രാർ ഡോക്ടർ V. ശിവാനന്ദനാചാര്യ ഒപ്പുവച്ച കരാർ IGBC സെക്രട്ടറി ബേസിൽ KU, മാനേജർ നസ്രീൻ ഖാൻ എന്നിവർ ചേർന്ന് ഷിപ്പ്യാർഡിന് കൈമാറി. ചടങ്ങിൽ കപ്പൽശാല CSR ഹെഡ് സമ്പത് കുമാർ, PL മാനേജർമാരായ ശശീന്ദ്രദാസ് PS, യൂസഫ് AK എന്നിവർ പങ്കെടുത്തു. കരാർ പ്രകാരം കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ നിരവധി സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കും. ഇതോടെ വൈദ്യുതി ഇനത്തിൽ കുസാറ്റിന് ഗണ്യമായ ലാഭവും ഉണ്ടാകും. മെട്രോ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താമസിയാതെ തുടക്കമാകും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ കരാർ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇവരുമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് താമസിയാതെ കരാർ ഒപ്പിടും. 2026 മാർച്ചിനകം ഈ റൂട്ടിൽ ട്രെയിൻ സർവീസ് തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ വ്യക്തമാക്കിയിരുന്നു. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് KMRL മുന്നോട്ട് വയ്ക്കുന്നത്. ടെസ്റ്റ് പൈലിംഗ് നടത്തുന്നതിനുള്ള സ്ഥലവും അതിന്റെ തീയതിയുമെല്ലാം അടുത്ത ദിവസം പ്രഖ്യാപിക്കും. കാസ്റ്റിംഗ് യാർഡിനായി കണ്ടെത്തിയത് HMTയുടെ സ്ഥലമാണ്. ഈ സ്ഥലം ഏറ്റെടുക്കും. 11.2 കിലോമീറ്റർ നീളമുള്ള 2ാം ഘട്ട റൂട്ടിൽ 11 സ്റ്റേഷനുകളാണ് വരുന്നത്. ഈ റൂട്ടിൽ KMRLന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റോഡിന്റെ മധ്യത്തിൽ ബാരിക്കേഡ് ചെയ്തുള്ള നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ഗതാഗത ക്രമീകരണം പൂർത്തിയാക്കണം. പ്രധാന റോഡിൽ നിർമ്മാണം നടക്കുമ്പോൾ യാത്രക്കാർക്ക് ആശ്രയിക്കാവുന്ന ബദൽ റോഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗതാഗതം ഇതുവഴി തിരിച്ചുവിടും. 2ാം ഘട്ടത്തിന് 1957 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. വായ്പാ ഏജൻസിയായ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് 1018 കോടി രൂപയാണ് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ തുക ഉപയോഗപ്പെടുത്തും. പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ വിഹിതം 339 കോടി രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 556 കോടിയുമാണ് കണക്കാക്കിയിരിക്കുന്നത്. ശേഷിക്കുന്ന തുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കണ്ടെത്തും. ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ വ്യാപക നാശം. ശക്തമായ കാറ്റിലും മഴയിലും നേര്യമംഗലം വില്ലാഞ്ചിറയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനും ബസിനും മുകളിലേക്ക് മരം കടപുഴകി വീണ് ഒരാൾ മരിച്ചു. കടൽക്ഷോഭത്തെ തുടർന്ന് എടവനക്കാട് വില്ലേജിൽ 9, 13 വാർഡുകളിൽ വീടുകളിലേക്ക് വെള്ളം കയറി. പഴങ്ങാട്, കുടുങ്ങൽച്ചിറ, കടപ്പുറങ്ങളിലാണ് വെള്ളക്കയറ്റം മൂലം ജനം ദുരിതമനുഭവിക്കുന്നത്. ഇവിടെ വീട്ടുവളപ്പിലൂടെ വെള്ളം ഒഴുകുകയാണ്. കടൽ ഭിത്തി പൂർണ്ണമായും തകർന്നു കിടക്കുന്നതിനാൽ വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ ഒന്നുമില്ല. കടലിനെ ചെറുക്കാൻ താൽക്കാലികമായി സ്ഥാപിച്ച ജിയോ ബാഗും മണൽ ബണ്ടും ഒക്കെ തകർന്നു കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തീരദേശവാസികൾ പരിഭ്രാന്തിയിലാണ്. കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ ജിയോ ബാഗ് സ്ഥാപിക്കാനും മറ്റുമുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011172 ബന്ധപ്പെടാവുന്നതാണ്.
വണ്ടർലയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. തൃക്കാക്കര സ്വദേശികൾ സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത്. തിങ്കളാഴ്ച രാത്രി 10:30-യോടെയാണ് സംഭവം. കാറിന്റെ പിൻഭാഗത്ത് നിന്ന് തീയും പുകയും കണ്ടപ്പോൾ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ അപകടമൊഴിവായി. പട്ടിമറ്റം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ NH അസൈനാറുടെ നേതൃത്വത്തിൽ പട്ടിമറ്റം തൃക്കാക്കര നിലയങ്ങളിലെ സേനാംഗങ്ങളായ സതീഷ് ചന്ദ്രൻ, CS അനിൽകുമാർ, PR ഉണ്ണികൃഷ്ണൻ, R രതീഷ്, S വിഷ്ണു എന്നിവർ ചേർന്നാണ് തീയണച്ചത്. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ ചെങ്ങമനാട് പഞ്ചായത്തിലെ 9-ാം വാർഡിലെ നെടുവന്നൂർ വെണിപ്പറമ്പ് ഭാഗത്ത് 14 വീടുകൾക്ക് നാശനഷ്ടം. ശക്തമായ മഴയോടൊപ്പം ആഞ്ഞു വീശിയ കാറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ ചുഴലിക്കാറ്റായി മാറുകയായിരുന്നു. വലിയ മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി. വീടുകളിലുള്ളവർ ഭീതിയോടെ പുറത്തേക്കോടി. ജാതി, തേക്ക്, തെങ്ങ്, വാഴ, കവുങ്ങ് അടക്കമുള്ള കൃഷികളും വ്യാപകമായി നശിച്ചു. ഹോളി ഫാമിലി മഠം മുതൽ തത്തപ്പള്ളി കുര്യാക്കോസിന്റെ വീട് വരെ 200 മീറ്ററോളം ചുറ്റളവിലാണ് നാശം വിതച്ചത്. തച്ചപ്പള്ളി വീട്ടിൽ TV ജോയി, കാഞ്ഞുകാരൻ വീട്ടിൽ ജോയി, കരുമത്തി വീട്ടിൽ പോളച്ചൻ, മോനാശ്ശേരി കുടുംബാംഗങ്ങളായ MT ജോയ്, MT ജോഷി, കാഞ്ഞുകാരൻ വീട്ടിൽ ജോസഫ് ജോണി, കുറിയേടൻ വീട്ടിൽ KO ബേബി, കാഞ്ഞുകാരൻ വീട്ടിൽ KC ജേക്കബ്, മുല്ലശ്ശേരി കുടുംബാംഗങ്ങളായ സജിത കുഞ്ഞുമുഹമ്മദ്, അബ്ദുൾ കരീം, അൻസൽ, പറയൻകുടി വീട്ടിൽ അച്യുതൻ, വലിയ മിറത്തിങ്കൽ, VT ഫ്രാൻസിസ്, പുതുശ്ശേരി വീട്ടിൽ PK ജോസ് എന്നിവരുടെ വീടുകൾക്കാണ് കാറ്റിൽ നാശനഷ്ടമുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജയമുരളീധരനും മറ്റു ജനപ്രതിനിധികളും വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. മേഖലയിൽ വൈദ്യുതി ബന്ധം തകർന്നു. പോസ്റ്റുകൾ നിലംപൊത്തിയും വടവൃക്ഷങ്ങൾ വൈദ്യുതി ലൈനിൽ വീണുമാണ് വൈദ്യുതി ബന്ധം നിലച്ചത്. KCB അധികൃതർ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ രാത്രിയിലും ശ്രമം തുടരുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.